പൂജ തുടങ്ങണ്ടേ? തുടങ്ങാം. ഇനി എന്ത് പൂജ? ഇവിടെ ഇനി തുടങ്ങുകയല്ലേ ഭൂകമ്പം. എന്താ കല്യാണി? വലിയ തിരക്കിലാണോ? കുറച്ച് തിരക്കില്ല. ഒരുപാട് മേരികൾ ചെക്ക് ചെയ്യാനുണ്ട് കല്യാണി. കല്യാണി, നിനക്കെന്തോ എന്നോട് പറയാനുണ്ടല്ലോ. എന്താ കാര്യം? പറയൂ. ഏയ്, വേറൊന്നുമില്ല. ആ ഭദ്ര ഇവിടെ താമസിക്കാൻ പോകുന്ന കാര്യം വല്യൂഞ്ഞറിഞ്ഞായിരുന്നോ? അതാണോ കല്യാണി? അത് അവന്റെ പഴയൊരു കോളേജ് മീറ്റാ. അവള് മലേഷ്യയിലോ മറ്റോ സെറ്റിൽഡ്. ഇവിടെ എന്തോ ആവശ്യത്തിന് വന്നപ്പോ അവനെ കാണാൻ ഇങ്ങോട്ട് വന്നു, അത്രേ ഉള്ളൂ. എന്നാലും ഇവിടെ താമസിക്കാന്നൊക്കെ പറയുമ്പോ എന്താ കല്യാണി ഇങ്ങനെ? ഒരു കുട്ടിയുമായിട്ട് ഹോട്ടലിൽ താമസിക്കണ്ടെന്ന് കരുതിയിട്ടാവും അമ്മ ഇവിടെ താമസിച്ചോളാൻ പറഞ്ഞത്. അതുകൊണ്ടല്ല, എനിക്കെന്തോ അത് വേണ്ടായിരുന്നു തോന്നുന്നു. നന്ദന മാഡം കൂടി ഇല്ലാത്ത സമയത്ത് അനിയൻ കുഞ്ഞിനെ തിരക്കി ഒരു പെൺകുട്ടി വരാന്ന് വെച്ചാ എന്തോ അതിന്റെ പിന്നില് ഒരാപത്ത് പതിയിരിക്കുന്നത് പോലെ. ഒരാപത്തുമില്ല. എല്ലാം കല്യാണിയുടെ ഓരോ തരം തോന്നലുകളാണ്. മാത്രമല്ല, നീ ഗ്രാമത്തിൽ വളർന്ന പെൺകുട്ടിയാ. അതുകൊണ്ട് ചില കാര്യങ്ങൾ കണ്ടാൽ അത് തെറ്റാണെന്ന് തോന്നുന്നത് സ്വാഭാവികമാണ്. ഇതിലിപ്പോ ഞാൻ നോക്കിയിട്ട് ശരികേടായിട്ട് ഒന്നും തോന്നുന്നില്ല. അതുകൊണ്ട് എന്റെ കെട്ടിയോൾ ആവശ്യമില്ലാത്ത ഒന്നും ചിന്തിച്ചു നിൽക്കാതെ എനിക്കൊരു പുതിനിട്ടി കൊണ്ടുവാ. ചെല അരവിന്ദ്, അവിടെ നിന്ന് പലതും സംസാരിക്കാൻ പറ്റില്ലല്ലോ. അതാ ആരുമില്ലാത്തൊരു സ്ഥലത്തേക്ക് മാറി നിന്നത്. നീ എന്നെ തേടി വരുന്ന എനിക്കറിയായിരുന്നു. അതെ, എനിക്ക് നിന്നോട് ചിലത് സംസാരിക്കാനുണ്ട്. അതാ ഞാൻ നിന്നെ തിരക്കിങ്ങോട്ട് വന്നേ. സത്യത്തിൽ നീ എന്നെ തിരക്കി വന്നതല്ല, ഞാനാണ് നിന്നെ തേടി വന്നത്. നോക്കു ഭദ്രേ, പഴയതുപോലെ സംസാരിക്കാനും തമാശ പറയാനൊന്നും എനിക്ക് നേരമില്ല. ഞാനത് ആഗ്രഹിക്കുന്നുമില്ല. എന്താ അരവിന്ദ് ഇങ്ങനെ? എത്ര ജോളിയായിട്ട് നടന്നതാ നീ. ഇതിപ്പോ ടോട്ടൽ ആളങ്ങ് മാറിയല്ലോ. എന്നും ഒരേപോലെ ജീവിക്കാൻ പറ്റുമോ? അതൊക്കെ ഒരു കാലം. എല്ലാവരുടെ ജീവിതത്തിലുണ്ട് അങ്ങനെയൊക്കെ. ഞാനിപ്പോ ഒരു വിവാഹിതനാണ്. എനിക്കൊരു കുടുംബമുണ്ട്. എനിക്ക് ഏറെ ഉത്തരവാദിത്തങ്ങളുണ്ട്. അത് നീ മനസ്സിലാക്കണം. ദേഷ്യപ്പെടാതെ അരവിന്ദ്. നിനക്കെന്തോ എന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ, അത് പറയേ. അത് മറ്റൊന്നുമില്ല. നീ ഇവിടെ താമസിക്കുന്നതിൽ എനിക്ക് യോജിപ്പില്ല. ഞാൻ പുറത്തെവിടെയെങ്കിലും വല്ല സ്ഥലം ഏർപ്പാടാക്കി തരാം.
നീ മടങ്ങും വരെ അവിടെ താമസിച്ചു. എന്താ അരവിന്ദ് ഇത്? എത്ര നാളായി നമ്മൾ പിരിഞ്ഞിട്ട്? നിന്നെ കാണാൻ വേണ്ടി മാത്രമാ ഞാൻ കേരളത്തിൽ വന്നത്. അതുകൊണ്ട് മറ്റൊരു സ്ഥലത്തെ താമസത്തെ കുറിച്ച് തൽക്കാലം ആലോചിക്കണ്ട. ഞാൻ നിന്നെ വിട്ട് ഇങ്ങോട്ടും പോകുന്നില്ല. ഭദ്രേ, ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, ഞാൻ പഴയ അരവിന്ദ് അല്ല. അത് നീ മനസ്സിലാക്കണം. എനിക്കൊരു ഭാര്യയുണ്ട്, നന്ദന. എന്റെ പഴയകാല ജീവിതത്തെക്കുറിച്ച് ചിലതെല്ലാം അറിഞ്ഞ നന്ദനയും ഞാനും തമ്മിൽ പലതരം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി. അതെല്ലാം ഇപ്പൊ മാറി. ഞങ്ങൾ സന്തോഷപൂർവ്വം ജീവിക്കുക. അതിന്റെ ഇടയിൽ നീ വന്ന് എന്നെ ഉപദ്രവിക്കരുത്. അരവിന്ദ് അരവിന്ദിന്റെ പ്രശ്നങ്ങൾ പറഞ്ഞു. എന്നാൽ ഇനി ഞാൻ എന്റെ തീരുമാനം പറയാം. ഞാൻ ഇനി തിരിച്ചു പോകുന്നില്ല. ഞാൻ നിന്റെ കൂടെ തന്നെ ജീവിക്കും. അതിനാ ഞാൻ നിന്നെ തേടി വന്നത്. എന്റെ കൂടെ ജീവിക്കുമെന്നോ? അതൊരിക്കലും നടക്കില്ല. മാത്രമല്ല, നീ വിവാഹം കഴിഞ്ഞൊരു കുട്ടിയുടെ അമ്മ കൂടിയാ. ആര് പറഞ്ഞു ഞാൻ കല്യാണം കഴിച്ചു? അരവിന്ദ് പറയുന്ന പോലെ ഞാൻ വിവാഹിതയൊന്നും അല്ല. എനിക്ക് ഭർത്താവും ഇല്ല. നീ എന്തൊക്കെ പറയുന്നേ? ഞാൻ പറയുന്നത് മുഴുവൻ കേൾക്ക്, അപ്പൊ മനസ്സിലാവും. നമ്മൾ തമ്മിലുള്ള പ്രണയ ജീവിതം അവസാനിപ്പിച്ച് ഞാൻ മലേഷ്യയിലേക്ക് പോയല്ലോ. അവിടെ ചെന്നപ്പോഴാ ഞെട്ടലോടെ ഞാൻ ആ കാര്യം അറിയുന്നത്. അരവിന്ദിന്റെ കുട്ടി എന്റെ ഉദരത്തിൽ വളരുന്നു എന്ന സത്യം. അരവിന്ദ് എന്നെ വിവാഹം കഴിച്ചില്ല എന്ന നിരാശയിൽ ആ കുട്ടിയെ വയറ്റിൽ വെച്ച് തന്നെ എനിക്ക് നശിപ്പിച്ചു കളയാമായിരുന്നു. പക്ഷെ എനിക്കതിന് മനസ്സ് വന്നില്ല. ഞാൻ ആ കുഞ്ഞിനെ പ്രസവിച്ച് വളർത്തി ഇത്രയും കാലം ഒരു ആൺതുണയില്ലാതെ ഒറ്റയ്ക്ക് ജീവിച്ചു. ഇനി എനിക്കതിന് സാധ്യമല്ല. എന്റെ കുഞ്ഞു വളരേണ്ടത് അവന്റെ അച്ഛന്റെ കൂടെയാ. അതിനാ ഞാൻ അവനെയും കൂട്ടി ഇങ്ങോട്ട് വന്നത്. അമ്മ ചൂണ്ടിക്കാണിക്കുന്ന ആളാണ് കുട്ടിയുടെ അച്ഛൻ. ഞാൻ നിന്നെ ചൂണ്ടിക്കാണിച്ച് അവനോട് പറയും. അവനോട് മാത്രമല്ല, ഈ ലോകത്തോട് വിളിച്ചു പറയും, നീയാണ് എന്റെ കുട്ടിയുടെ അച്ഛനെന്ന്. അതുകൊണ്ട് നീ ഇല്ലാതെ എനിക്കും എന്റെ കുഞ്ഞിനും ജീവിക്കാൻ സാധ്യമല്ല. ഞാനിവിടം വിട്ട് എങ്ങോട്ടും പോകുന്നുമില്ല. ഒറ്റയ്ക്ക് നിൽക്കുന്നേ? ഞാൻ റൂമിൽ നോക്കിയിരുന്നു. ദാ ചായ കുടിക്കേ. എനിക്ക് ചായ ഒന്നും വേണ്ട കല്യാണി. ചായ വേണ്ടെങ്കി വേണ്ട. ഞാൻ ചായയായിട്ട് വന്നത് തന്നെ അല്പം സംസാരിക്കാനാ. എന്നോട് സംസാരിക്കാനോ? എന്താ? അത് ഭദ്രയെ കുറിച്ചാ. ഭദ്രയോ? അവളെ എന്റെ ഒപ്പം കൂടെ പഠിച്ച പെൺകുട്ടിയാ. എന്നെ വെറുതെ കാണാൻ വന്ന അത്രേ ഉള്ളൂ. അതല്ല നീ കുഞ്ഞെ, നിങ്ങൾ
തമ്മിൽ തൊട്ടു മുമ്പ് സംസാരിച്ചതൊക്കെ യാദൃച്ഛികമായിട്ട് ഞാൻ കേട്ടു. അഖിലാമ്മയുടെ വലിയ കുഞ്ഞു ഇതറിഞ്ഞ എന്താ സംഭവിക്കുക? നന്ദനമ്മയുടെ അറിഞ്ഞ എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാവുക? ആ മനസ്സ് തകർന്നു പോവില്ലേ? കല്യാണി, ഞാൻ ആ ഭദ്ര പറയുന്നതൊക്കെ സത്യമാണോ? ആ കുട്ടിയുടെ അച്ഛൻ അനിയൻകുഞ്ഞ് തന്നെയാണോ? സത്യം എന്താണെന്ന് വെച്ചാ എന്നോട് തുറന്നു പറ അനിയൻകുഞ്ഞെ. അത് കേട്ടിട്ട് എനിക്ക് തന്നെ വല്ലാത്തൊരു ചങ്കെടുപ്പ്. അപ്പോ ഇവിടെയുള്ളവരുടെ അവസ്ഥ എന്തായിരിക്കും? പറയാനീ കുഞ്ഞെ, അവള് പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? കല്യാണി, ഞാനും അവളും തമ്മിൽ പ്രണയമായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും തോന്നി പൊരുത്തപ്പെട്ടു പോകാൻ പ്രയാസമാണെന്ന്. അങ്ങനെ ഞങ്ങൾ സ്നേഹപൂർവ്വം പിരിഞ്ഞു. അവള് ഗർഭിണിയാണെന്നോ ഇങ്ങനൊരു കുഞ്ഞിനെ പ്രസവിച്ച് വളർത്തുന്നുണ്ടെന്നോ അവൾ ഒരിക്കലും എന്നോട് പറഞ്ഞിരുന്നില്ല. എന്നെ വല്ലപ്പോഴൊക്കെ വിളിക്കുമായിരുന്നു, പക്ഷേ അപ്പോഴൊന്നും അവളിത് പറഞ്ഞിരുന്നില്ല. ഇപ്പൊ വർഷങ്ങൾ കഴിഞ്ഞ് ഓർക്കപ്പുറത്ത് കയറി വന്ന അവള് പ്രസവിച്ച കുഞ്ഞിന്റെ അച്ഛൻ ഞാനാന്ന് പറയാ. ഇത് നേരാണോ നുണയാണോ എനിക്കൊരു പിടി കിട്ടുന്നില്ല കല്യാണി. I'm really shocked. അനിയൻകുഞ്ഞെ, ഞാൻ ചില കാര്യങ്ങൾ ചോദിക്കുന്നതില് വിഷമമൊന്നുമില്ലല്ലോ? എന്ത് വിഷമം കല്യാണി? ചോദിക്കേ. അത് ഈ ഭദ്രയുടെ സ്വഭാവം എങ്ങനെയാ? സ്നേഹിക്കാൻ തുടങ്ങിയ കാലത്ത് എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ലായിരുന്നു. പക്ഷെ പതുക്കെ പതുക്കെ എനിക്ക് മനസ്സിലായി അവളുടെ ക്യാരക്ടർ അത്ര ശരിയല്ലെന്ന്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അകന്ന്. എന്നാ പിന്നെ എന്റെ അറിവിൽ തോന്നുന്ന ഒരു വഴി ഞാൻ പറയട്ടെ? പറയലേണി. ഈ കുട്ടിയുടെ അച്ഛൻ ആരാണെന്ന് അറിയാൻ നടത്തുന്നൊരു ടെസ്റ്റ് ഇല്ലേ, അതിന്റെ പേരെന്താണെന്ന്? അത് DNA ടെസ്റ്റ്. അതെ, ആ ടെസ്റ്റ് തന്നെ. ആ ടെസ്റ്റ് ചെയ്തിട്ടേ അനിയൻകുഞ്ഞ് ഈ കാര്യം അംഗീകരിക്കുമെന്ന് അവളോട് പറയും. അവൾ പറഞ്ഞത് സത്യമാണെങ്കിൽ അവൾ ഇവിടെ തന്നെ നിൽക്കും, ടെസ്റ്റ് ചെയ്യാൻ തയ്യാറാവുകയും ചെയ്യും. അല്ലെങ്കിൽ അവൾ അപ്പം തന്നെ പോവും. ഇതൊരു നല്ല മാർഗ്ഗ കല്യാണി. ഞാനൊക്കെ കുഴഞ്ഞു നിൽക്കുമായിരുന്നു. ഏട്ടത്തി ദൈവത്തെ പോലെ ഇപ്പം എൻ്റെ അടുത്ത് വന്ന്, അല്ലെങ്കിൽ ദൈവം ഇപ്പം ഏട്ടത്തി എൻ്റെ മുന്നിൽ കൊണ്ടെത്തിച്ച്. സത്യത്തിൽ എനിക്ക് ഭദ്രയെ തീരെ പിടിച്ചിട്ടില്ല. അവളെ കണ്ടാൽ തന്നെ അറിയാം നേരായ മാർഗത്തിലുള്ളവളല്ല അവളെന്ന്. ആ തലയ്ക്കുള്ളിൽ ഒരുപാട് വക്രതയുണ്ട്, സൂക്ഷിക്കണം. ഏട്ടത്തി പറഞ്ഞ പോലെ തന്നെ DNA ടെസ്റ്റിനെ കുറിച്ച് ഞാൻ അവളോട് പറയാം. ശരി അനിയൻകുഞ്ഞെ, ഇനി അനിയൻകുഞ്ഞ് വിഷമിക്കരുത്. ഉള്ളിൽ കള്ളമില്ലാത്തവനെ ദൈവം രക്ഷിക്കും. ഗംഗ ഇതുവരെ തൃച്ചംബരത്തെ പുതിയ അതിഥിയെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. പറയാനായി പ്രത്യേകിച്ച് വിശേഷമൊന്നും കണ്ടില്ല. അരവിന്ദന്റെ പഴയൊരു ഫ്രണ്ടും കുഞ്ഞും ഒരാഴ്ചത്തേക്ക് തൃച്ചംബരത്ത് തങ്ങുന്നു. അങ്ങനെയാണ് അഖിലാന്റി അടക്കം എല്ലാവരും വിശ്വസിച്ചിരിക്കുന്നത്. ഇവിടെയാണ് ശകുനിക്ക് മന്ദരയിൽ ജനിച്ച വിലാസിനിയുടെ സാന്നിധ്യം വേണ്ടിയിരുന്നത്.
ഇതിനകം വാർത്ത കാട്ടുതീ പോലെ ആളിപ്പടർന്ന് അഖിലാണ്ടേശ്വരിയുടെ കാതുകളിലെത്തിയനെ. ശ്രേട്ട, അടങ്ങാത്ത പകയുമായി തൃച്ചംബരം തകർത്തെറിയാൻ നാഗമടത്ത് നിന്നും ഇറങ്ങി തിരിച്ചപ്പോ ശത്രുപക്ഷത്ത് നിന്നും ഒരാളെ കൂടി കിട്ടുമെന്ന് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ഞാൻ അതല്ല പ്രിയങ്കയെ പറഞ്ഞു വരുന്നത്. അതൊരു ബോണസായിട്ട് മാത്രമേ ഞാൻ കൂട്ടിയിട്ടുള്ളൂ, അന്നും ഇന്നും. തൃച്ചംബരത്ത് കയറി വന്നത് മോഹിനിയാ. അവള് മായാലീലകൾ ആടി തുടങ്ങുമ്പോ തൃച്ചംബരം ആടി ഉലയും. അഖിലാണ്ടേശ്വരി മുറുകെ പിടിക്കുന്ന തൃച്ചംബരത്തിന്റെ പ്രൗഢിയും അന്തസ്സും ഒക്കെ നിലം പൊത്തും. ഭാഗം വെച്ച കമ്പനി തിരികെ കൊടുത്ത് മാതൃകാ മരുമകൾ പദവി നേടിയ നന്ദന കൂടും കുടുക്കയും എടുത്ത് എന്നേക്കുമായി തൃച്ചംബരത്തിന്റെ പടിയിറങ്ങും. അതിനി അധികം ദിവസമൊന്നും വേണ്ട. ഹലോ. അതെ അതെ, കൊടുക്കാം. പ്രിയങ്ക ഫോൺ. ഹലോ. ഓ, അത് ഇന്നായിരുന്നല്ലേ? അയ്യോ സോറി. ഓക്കെ, ഞാൻ ദേ വരുന്നു. ചേട്ടാ, ഗംഗയെ കൊണ്ടുവിട്ടേക്ക്. വീടിന് പുറത്തു വിട്ടാ മതി. ആരും കണ്ട് സംശയത്തിന് ഇടവരുത്തണ്ട. ശരി, ഗംഗ വാ. ശരി. എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വന്നിട്ട് അരവിന്ദ് എന്താ ഒന്നും മിണ്ടാതെ നടക്കുന്നത്? എന്താ അരവിന്ദ് ഒന്നും മിണ്ടാതെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത്? എങ്ങനെ തുടങ്ങണം, എവിടെ തുടങ്ങണം എന്ന് ആലോചിച്ച് നിന്നാ. ശരി, അപ്പൊ അവിടെ നിന്ന് തന്നെ തുടങ്ങാം. ഭദ്രേ, നമ്മൾ തമ്മിലുള്ള പ്രണയം എവിടെ വെച്ച് അവസാനിച്ചതെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? അത് മറക്കാൻ പറ്റോ? കാര്യമില്ലാത്ത കാര്യത്തിന് വെറുതെ വഴക്കിട്ട് പിരിഞ്ഞു. നീ ഇപ്പൊ പറഞ്ഞത് പകുതി നുണ പകുതി സത്യം. ഏതാ നുണ, ഏതാ സത്യം? നീ ഇപ്പൊ പറഞ്ഞല്ലോ കാര്യമില്ലാത്ത കാര്യത്തിന് വഴക്കിട്ടെന്ന്. അത് തന്നെ പച്ചക്കള്ളോ. ഫ്രീ ആയി പെരുമാറിയിരുന്ന ഒരു ചെറുപ്പക്കാരനെ ചീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഒരു ചീപ്പായ പ്രവൃത്തിയാ. എന്നോട് പ്രേമായിരിക്കുമ്പോ തന്നെ നീ പലരോടൊപ്പം ചുറ്റിക്കറങ്ങി. ചോദിക്കുമ്പോഴൊക്കെ പബ്ബാണ് പാർട്ടിയാണെന്ന് പറഞ്ഞ് എന്നോട് നുണയും പറഞ്ഞു. അരവിന്ദ്, നീ എന്താ ഈ പഴങ്കഥയൊക്കെ പൊക്കിക്കൊണ്ടുവരുന്നത്? എന്താ നിന്റെ ഉദ്ദേശം? പറയാം. നമ്മൾ തമ്മിൽ പിരിഞ്ഞിട്ട് നാളുകളായി. ഇത്രയും കാലം നമ്മൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ലായിരുന്നു. ഒരു സുപ്രഭാതത്തില് ഒരു കുട്ടിയും കൂട്ടിക്കൊണ്ടുവന്ന് അതിന്റെ അച്ഛൻ ഞാനാണെന്ന് പറഞ്ഞ എനിക്കതെങ്ങനെ വിശ്വസിക്കാൻ പറ്റും? നീ ഒരിക്കലും മാറില്ല അരവിന്ദ്. അന്നത്തെ പോലെ തന്നെയാ ഇപ്പോഴും. ഇപ്പൊ എന്താ നീ പറഞ്ഞു വരുന്നത്? ഈ കുഞ്ഞിന്റെ അച്ഛൻ നീ അല്ല എന്നായിരിക്കും. നീ നിന്റെ മനസാക്ഷിയോട് ചോദിച്ചു നോക്ക്. ഞാനും നീയും തമ്മില് എന്താ ഒരു ബന്ധവും ഇല്ലായിരുന്നോ? ഞാനും നീയും തമ്മിൽ ഒരു ബന്ധവുമില്ലായിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ല. അതൊക്കെ എത്രയോ നാളുകൾക്ക് മുമ്പാ. എന്നാൽ നിന്നോടൊപ്പമുള്ള കുഞ്ഞും ഞാനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അത് നീ ഉണ്ടാക്കിയൊരു കള്ളക്കഥയാ. കുഞ്ഞ് നിന്റേതാണെന്ന് തെളിയിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ക്ഷേത്രത്തിൽ വന്ന് അഗ്നിയിൽ തൊട്ട് സത്യം ചെയ്യണം? അതൊന്നും വേണ്ട. നീ എന്റെ കൂടെ ഒന്ന് ഹോസ്പിറ്റൽ വരെ വന്നാ മതി. അതെന്തിനാ ഹോസ്പിറ്റലില്? ഓ, DNA ടെസ്റ്റിന്. അത് തന്നെ. എന്താ പേടിയുണ്ടോ? DNA ടെസ്റ്റ് ചെയ്താൽ അപ്പം അറിയാലോ കുട്ടിയുടെ അച്ഛൻ ആരാണെന്ന്. DNA ടെസ്റ്റ് എന്ന് കേട്ടാൽ പേടിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. എനിക്ക് എന്റെ കുട്ടിയുടെ അച്ഛനെ വേണം. അത് അരവിന്ദാണ്.
അത് തെളിയിക്കാൻ ഏതറ്റം വരെ പോവാനും ഞാൻ തയ്യാറാ.